നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വന്യജീവി പ്രശ്നം തീർക്കാൻ കേന്ദ്ര നിയമം മാറ്റണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനതല കർഷക ദിനാഘോഷം തൃശൂരിൽ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ഭക്തജന പ്രവാഹം. വിവാഹ തിരക്ക് കൂടിയതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. നഗരത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ ഒടുവിൽ മൌനം വെടിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വോട്ടർ പട്ടിക ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. ചില വാനരന്മാർ ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപിയുടെ പരിഹാസം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ഇറങ്ങിയവരെ വാനരന്മാരോട് ഉപമിച്ച സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിന് മറുപടിയുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കണ്ണാടിയിൽ നോക്കിയുള്ള പരാമർശമാണ് സുരേഷ് ഗോപി നടത്തിയതെന്ന് ജോസഫ് ടാജറ്റ്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ നാളെ മൊഴി നൽകാൻ TN പ്രതാപന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നോട്ടീസ്. മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരല്ലാത്ത സുരേഷ് ഗോപി ഉൾപ്പെടെ 11 പേർ വ്യാജ സത്യവാങ്മൂലം നൽകി വോട്ട് ചേർത്തു എന്നാണ് പ്രതാപന്റെ പരാതി. തൃശൂരിൽ BJP പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുമെന്ന് തനിക്ക് നേരത്തെ വിവരം ലഭിച്ചുവെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി ശോഭാ സുരേന്ദ്രൻ. ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിലൂടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. കൊമ്പൻ കുളക്കാടൻ കുട്ടികൃഷ്ണനാണ് ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞോടിയത്. പ്രശസ്ത വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുരേഷിനെ വീടിന്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ പൂരം ഉൾപ്പെടെ കേരളത്തിലെ പ്രസിദ്ധമായ പൂരങ്ങളിൽ വെടിക്കെട്ടിന് നേതൃത്വം നൽകിയിരുന്നു. തൃശൂർ ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറി. ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. പീച്ചി ഡാമിന് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനാണ് നടപടി. കയ്പമംഗലം 3 പീടികയിൽ പലചരക്ക് കട കുത്തി തുറന്ന മോഷണ ശ്രമം. അറവുശാല പെട്രോൾ പമ്പിന് സമീപം ഖാദർ സ്റ്റോഴ്സാണ് കുത്തി തുറന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ മാൻഹോളിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. രൂക്ഷമായ ദുർഗന്ധത്തിൽ വലഞ്ഞ് യാത്രക്കാർ. ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് കലാപ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ തുടരുന്നു. ഗാന്ധി നടന്ന വഴികൾ എന്ന വിഷയത്തിൽ KPCC ജനറൽ സെക്രട്ടറി M. ലിജു പ്രഭാഷണം നടത്തി. 1.5 മണിക്കൂർ കൊണ്ട് ശേഖരിച്ചത് 1 ലോഡ് പ്ലാസ്റ്റിക് മാലിന്യം. മുനക്കൽ ബീച്ചിനെ മാലിന്യമുക്തമാക്കി SN പുരം റൈഡേഴ്സ്. ശുചീകരണം മെറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. 171ാമത് ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന് തുടക്കം കുറിച്ച് ശ്രീനാരായണ ധർമ്മ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. തൃശൂർ മെട്രോപൊളിറ്റൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VK ഗോപിനാഥൻ, പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ജയൻ തോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടി SNTP യൂണിയൻ പതാക ദിനം ആചരിച്ചു. ചാലക്കുടി പുഴമ്പാലത്തിന് സമീപം സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. കുന്നംകുളം വൈസ്മാൻ ക്ലബിന്റെ ചാർട്ടർ ഡേയും പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണവും നടന്നു. കുന്നംകുളത്ത് നടന്ന പരിപാടി ബിന്ദു അപ്പുമോനി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 53ാമത് ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. ഗത്തം തുവാക്കെ സെയ്ദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകി. സാമൂഹ്യ പ്രവർത്തകയും മുൻ അധ്യാപികയുമായ കുന്നംകുളം പീശപ്പള്ളി മനക്കൽ ശ്രീദേവി അന്തർജനം അന്തരിച്ചു. പട്ടിക്കാട് ഒളരി കടവലൂർ കൊരട്ടിക്കര സർക്കാർ സ്കൂളുകളിൽ അധ്യാപികയായിരുന്നു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പവർ യൂണിറ്റ് വാർഷിക പൊതുയോഗം വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR പോൾസൺ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്തിലെ നീഹാരം ബഡ്സ് സ്കൂളിൽ ബഡ്സ് ദിനം ആഘോഷിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. 9 വർഷമായി നിർമ്മാണം നിലച്ച അയ്യന്തോൾ മോഡൽ റോഡിന്റെ പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. 21 വർഷം മുൻപാണ് ഈ റോഡിന്റെ പണി ആരംഭിച്ചത്. ചേർപ്പ് പഞ്ചായത്തിൽ കർഷക ദിനാഘോഷം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി പാവട്ടി യൂണിറ്റ് കൺവെൻഷനും 14ാം വാർഷികാഘോഷവും നടത്തി. മണലൂർ ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണനയിൽ പ്രതിഷേധിച്ച് മരത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. വികാരി ഫാദർ ജോബ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. കുവൈത്ത് കലാ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണവും വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും തൃശൂരിൽ നടന്നു. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് ഗജ ഘോഷയാത്രയും ഉണ്ടായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചന്ദ്രാപ്പിനി വില്ലേജ് സമ്മേളനം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക ശ്രീ തോന്നിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി പഴങ്ങാപ്പറമ്പ് ഹരിനാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. വേലൂർ പഞ്ചായത്ത് BMS ഡ്രൈവേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം RMS സ്കൂളിൽ നടന്നു. മേഖലാ ജനറൽ സെക്രട്ടറി വിനു കൈപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് എറണാകുളം മേഖലാ പ്രസിഡന്റ് നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. BJP താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് VV വിനോദ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലത്ത് കനത്ത കാറ്റിൽ മരം വീണ വീടിന് നാശനഷ്ടം. 3 പീടികയായി PJ അബ്ദുൽ കലാം റോഡിൽ ചാണാടിൽ പ്രദീപിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.